ഒരു 5 മിനിറ്റ് ഒന്ന് നിൽക്കണേ, ഇവിടുന്ന് ഒരു സാധനം കേട്ടാനുണ്ട്. ശരി അച്ചോ. ഓ ഒന്ന് മാറിക്കോ കുഞ്ഞെ, ഒന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ. എപ്പോഴും ഇല്ലേ ഈ ലാസർ മാഷ ഏതാ? ആ പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്ന ആളാ. പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്ന ആളെന്ന് പറയുമ്പോ ആളെയും പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്ന ആളാണോ, ആ പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്ന ആളാണോ? ആളെയും പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്ന ആളാ. മാഷൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഉള്ളൂ, 2 അടിച്ചാ പിന്നെ പ്രാന്തന. സാറേ ഒന്ന് പിടിച്ചു മാറ്റരുതോ? എന്റെ അച്ചോ, ഇപ്പൊ ഞാൻ അവനെ പൊക്കിയാലും അവൻ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. അവനെ സർട്ടിഫിക്കറ്റുള്ള പ്രാന്തനാ. ഞാനിതിന് എന്റെ കുടുംബം വെറുതെ വഴിയാതാരാക്കണേ. ഞാനൊന്ന് ഇടപെട്ട് നോക്കട്ടെ സാറേ. അല്ല, അച്ഛൻ എവിടെന്നാ? കൊടമാളൂരുന്നാ. എന്റെ അച്ചോ, തടി വൃത്തിയടക്കണ്ട് പോവാൻ നോക്ക്. അല്ല, വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ നേരെയാക്കേണ്ടത് ഒരു ഇടയന്റെ കടമയല്ലേ സാറേ? എന്നാ ഇടയം പോയി മേടിക്ക്. ലാസറേ കീഴടങ്ങ്, ലാസറേ കീഴടങ്ങ്, ലാസറേ. അച്ഛനാ പറയുന്നു ലാസറേ, കീഴടങ്ങ്. ആഹാ, ലൂക്കാ 19:46 കർത്താവ് പറയുന്നു, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, അത് പരിശുദ്ധ സ്ഥലമാകുന്നു. അതുപോലെ തന്നെയാണ് ദൈവം കുടികൊള്ളുന്നു. എന്നാ ചോദിക്കൂ? കർത്താവ് ഇവൻ അച്ഛനായോ? താനെന്ത് തോന്നിയാസോടെ കാണിച്ചത്, അതും ഈ തിരുവസ്ത്രോണ്ട്? എന്റെ പൊന്നച്ചോ, ചാടിയതോ ഒളിച്ചോടിയതോ ഒന്നുമല്ല. അതാണ്ട് ഇയാളെ എവിടം വരെ ഒന്ന് കൊണ്ടുവരാൻ പോയതാ. അതിന് ഇയാളാരാ? ഈ കൊച്ചിന്റെ അപ്പനാച്ചോ, മുടിഞ്ഞ മുടിയ. ഇവിടെ പറയുന്നത് ഇയാളെ ഇവിടെ കൊണ്ടുവന്ന അച്ഛനെ എങ്ങനെയും നന്നാക്കി എടുക്കുന്ന ഓരോ ധാരണകളെ. എന്നെ നന്നാക്കിയില്ലേലും കുഴപ്പമില്ല അച്ചോ, ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി എടുക്കും. നമുക്ക് പിന്നെ കുഞ്ഞുകുട്ടി പരാതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒട്ട് നന്നായില്ലേലും സാരമില്ല. ഈ കൊച്ചിന്റെയും ഇയാളുടെ തള്ളിയുടെയും സങ്കടം കണ്ടിട്ട് സഹിക്കാൻ മേലാത്തോണ്ട് അച്ചു എങ്ങനെയല്ലോ ഇയാളെ ഇവിടെ എടുക്കുന്ന അച്ചു. ശരിയാ ഫാദർ, എനിക്ക് വേണ്ടി ഞങ്ങൾ പോയത്. ഇനി അച്ഛൻ പറ, ജോപ്പൻ ചെയ്ത് അമ്മാനത്തിന് വന്നേ അച്ഛൻ എന്നെ ഇവിടെ നിന്ന് പിരിച്ചു വിട്ടേക്ക്. താൻ പോയി ലോകം മാറ്റിട്ട് പാടോ ജോപ്പ.